തൊടുപുഴ നഗരസഭയിൽ LDF-ന് ഭരണനഷ്ടം. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിലൂടെ ചെയർപേഴ്സൺ സബീന ബിഞ്ചു പുറത്തായി. 35-അംഗ കൗൺസിലിൽ 18 പേർ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു. ഒരു വിഭാഗം BJP കൗൺസിലർമാരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തു. തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചുവിനെതിരെ UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. 35-അംഗ കൗൺസിൽ 18 പേരുടെ പിന്തുണയോടെയാണ് അവിശ്വാസ പ്രമേയം പാസായത്. UDF-ന്റെ 14 അംഗങ്ങളെ കൂടാതെ BJP-യിലെ 5 അംഗങ്ങളും ചെയർപേഴ്സണെതിരെ വോട്ട് ചെയ്തു. വികസന മുരടിപ്പ്, വഴിവിളക്കുകൾ പോലും തെളിയിക്കാൻ കഴിയാത്ത ഭരണം തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. 12 അംഗങ്ങൾ മാത്രമുള്ള LDF സബീന ബിഞ്ചുവിനെ ചെയർപേഴ്സൺ സ്ഥാനത്ത് എത്തിച്ചത് UDF-ലെ ഭിന്നത മുതലെടുത്തായിരുന്നു. മുസ്ലിം ലീഗും കോൺഗ്രസും ചെയർമാൻ സ്ഥാനത്തിനു വേണ്ടി അവകാശവാദം ഉന്നയിച്ചപ്പോൾ ലീഗ് പിന്തുണയോടെയാണ് സബീന ബിഞ്ചു ചെയർപേഴ്സൺ സ്ഥാനത്ത് എത്തിയത്. ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും UDF-ലുണ്ടായ അനുരഞ്ജന ചർച്ചകൾക്ക് ഒടുവിലാണ് ഒരുമിച്ച് നിൽക്കാനും ചെയർപേഴ്സണെ പുറത്താക്കാനും ധാരണയായത്. ഈ ധാരണ ഫലം കാണുകയും ചെയ്തു. വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള വിപ്പ് ലംഘിച്ച് BJP-യിലെ ഭൂരിപക്ഷം കൗൺസിലർമാരും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ചു. വികസന രംഗത്ത് മുന്നേറ്റമുണ്ടായെന്നും തെരുവുവിളക്കുകൾ പുനഃസ്ഥാപിക്കുന്ന ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണെന്നും വികസനം അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് UDF BJP-യുമായി ചേർന്ന് തന്നെ പുറത്താക്കിയതെന്നും സബീന ബിഞ്ചു പറഞ്ഞു. അല്ല, അത് എക്കാലം ഉള്ളതാണല്ലോ. BJP-യുടെ UDF-ന്റെ ആവശ്യത്തെ കൂട്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇവിടെയും അത് അങ്ങനെ തന്നെ വന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയത്തിൽ അവർ കൊടുത്തിരുന്നത് ഞാൻ നഗരസഭയിലെ ലൈറ്റ് ഇടുന്നില്ല, 24-25 വാർഷിക പദ്ധതി പൂർത്തിയാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് എക്കാലവും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരുന്നത് പോലെ തന്നെ അത് സമയബന്ധിതമായി പൂർത്തീകരിച്ച് തന്നെയാണ് പോകുന്നത്. ഞാൻ കയറുന്ന സമയത്ത് 18% ഉണ്ടായിരുന്ന എക്സ്പെൻഡിച്ചർ ഇപ്പോൾ 52% എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് നഗരസഭയിലെ 34 കൗൺസിലർമാരെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ കൗൺസിൽ എടുക്കുന്ന തീരുമാനപ്രകാരം തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ നിർവഹിക്കുന്നതിൽ, കൃത്യനിർവഹണം നടത്തുന്നതിൽ ഞാൻ നന്നായി പ്രയത്നിച്ചിട്ടുണ്ട്, അത് നടത്തിയിട്ടുണ്ട്. പിന്നെ ലൈറ്റ് ഇടുന്നില്ല എന്നുള്ളൊരു കാരണം കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2011ഓളം ലൈറ്റ് ഇന്ന് വരെ 17 വാർഡുകളിലായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും അധീനപ്പെടാതെ തന്നെയാണ് ഇട്ടത്. അവർ പറയുന്നത് പോലെയല്ല. ഞങ്ങളുടെ LDF-ന്റെ കൗൺസിലർമാർക്ക് 2 വാർഡുകളിലാണ് ഈ 17 വാർഡുകളിൽ ഇട്ടപ്പോഴും ഇടാൻ സാധിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ UDF-ന്റെയും BJP-യുടെയും വാർഡുകളിൽ തന്നെയാണ് ലൈറ്റുകൾ ഇട്ടിട്ടുള്ളത്. ഇതാണ് അവിശ്വാസത്തിൽ അവർ ഊന്നി പറഞ്ഞത്. അത് വളരെ നിഷേധാത്മകമായ നിലപാടായിരുന്നു എന്നുള്ളതിന് വ്യക്തമായ തെളിവുകളുണ്ടല്ലോ ഇവിടെ. വികസന രംഗത്ത് LDF സമ്പൂർണ്ണ പരാജയമാണെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ കെ ദീപക് വ്യക്തമാക്കി. അതായത് ഈ നഗരസഭയിൽ ഈ കഴിഞ്ഞ 7 മാസക്കാലമായി സബീന ബിഞ്ചുവിന്റെ നേതൃത്വത്തിൽ ഭരണം വന്നതിന് ശേഷം ഈ നഗരസഭ ഒരു 10 വർഷത്തേക്ക് പിന്നോട്ടടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ശക്തമായി എല്ലാ ആളുകളും കൗൺസിലിൽ, ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ കൗൺസിലിൽ ഇത് ശക്തമായി പ്രതികരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ ഈ കൗൺസിലിൽ ഒരു കാര്യവും നടക്കരുത് എന്ന ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ചെയർപേഴ്സൺ മുമ്പോട്ട് പോകുന്നത്. വൈസ് ചെയർപേഴ്സണെ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ചെയർമാൻ സംബന്ധിച്ച് UDF സംസ്ഥാന നേതൃത്വം തീരുമാനമെടുക്കുമെന്നും മുഴുവൻ അംഗങ്ങളും അംഗീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.